ടീച്ചർ ഡിജി കേരളത്തെ കുറിച്ചുള്ള ചില ചോദ്യങ്ങൾ ചോദിക്കട്ടെ, അതിന്റെ ഉത്തരം പറഞ്ഞു തരാമോ? ഓക്കെ, ചോദിച്ചോളൂ. സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരത നേടുന്ന ഇന്ത്യയുടെ ആദ്യ സംസ്ഥാനം? ഡിജിറ്റൽ സാക്ഷരത. സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരത ഇന്ത്യയിലെ ആദ്യത്തെ സംസ്ഥാനം കേരളമാണ്. കേരളത്തിന് ഇത്തരത്തിലൊരു പദവി ലഭിക്കുന്നത് 2025-ലാണ്. സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരത പ്രഖ്യാപനം നടത്തിയ കേരള മുഖ്യമന്ത്രി? 2025 ആകുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വരും ആരാണ് മുഖ്യമന്ത്രി. പിണറായി വിജയൻ. ഇപ്പൊ സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരത കേരളത്തിൽ ഇന്ത്യയിലെ ആദ്യ സംസ്ഥാനം കേരളമാണ്. 2025 മുഖ്യമന്ത്രി പിണറായി വിജയൻ. ഇന്ത്യയിലെ സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരത നേടുന്ന ആദ്യ സംസ്ഥാനം എന്ന പദവി കേരളം നേടുമ്പോൾ തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി ആരായിരുന്നു? ഈ ചോദ്യത്തിന് ഉത്തരം MP രാജേഷാണ്. അപ്പൊ മുഖ്യമന്ത്രി പിണറായി വിജയനും ആ സമയത്ത് തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി MP രാജേഷും. സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരത നേടിയ ആദ്യ പഞ്ചായത്ത്? സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരത നേടിയ ആദ്യ പഞ്ചായത്ത് എന്ന പദവി നേടിയത് പുല്ലമ്പാറ പഞ്ചായത്താണ്. അപ്പൊ ഈ പദ്ധതിയുടെ പേര് പുല്ലമ്പാറ മോഡൽ എന്നുകൂടി അറിയപ്പെടുന്നുണ്ട്. സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരതാ പദ്ധതി പുല്ലമ്പാറ പഞ്ചായത്ത് നേടുമ്പോൾ അന്നത്തെ പഞ്ചായത്ത് സെക്രട്ടറി? പഞ്ചായത്ത് സെക്രട്ടറിയുടെ പേര് സജന സത്താറാണ്. പ്രത്യേകമായിട്ട് നിങ്ങളത് ഓർത്തു വയ്ക്കുക. സമ്പൂർണ്ണ ഡിജിറ്റൽ പദവി നേടിയ ആദ്യ പഞ്ചായത്ത്? സമ്പൂർണ്ണ ഡിജിറ്റൈസ്ഡ് പഞ്ചായത്ത് എന്നറിയപ്പെടുന്നത്. സമ്പൂർണ്ണ ഡിജിറ്റൈസ്ഡ് പഞ്ചായത്ത്, അതായത് സമ്പൂർണ്ണ ഡിജിറ്റൈസ്ഡ് പഞ്ചായത്ത് എന്ന് പറയുന്നത് വെള്ളനാടാണ്. ഇവിടെ ഡിജിറ്റൈസ്ഡ് എന്ന് അർത്ഥമാക്കുന്നത് ആ ഒരു പഞ്ചായത്ത് മുഴുവൻ കമ്പ്യൂട്ടർ വൽക്കരിക്കപ്പെട്ടു. ഇത്തരത്തിൽ മുഴുവൻ കമ്പ്യൂട്ടർ വൽക്കരിക്കപ്പെട്ട ആദ്യ പഞ്ചായത്ത് അല്ലെങ്കിൽ സമ്പൂർണ്ണ ഡിജിറ്റൈസ്ഡ് പഞ്ചായത്ത് എന്ന് പറയുന്നത് വെള്ളനാടാണ്. അപ്പൊ ഇത്തരം ചോദ്യങ്ങൾക്കുള്ള ഉത്തരങ്ങൾ നിങ്ങൾ കേട്ടുവല്ലേ? അപ്പൊ ഈ ചോദ്യങ്ങൾ തീർച്ചയായും നിങ്ങൾക്ക് എക്സാമിനേഷൻ പ്രതീക്ഷിക്കാം. അപ്പം ഇത് നിങ്ങൾ നല്ല പഠിച്ച് മനസ്സിലാക്കി വെക്കാം. അപ്പൊ ഈ പുതിയ ടിപ്സും പുതിയ ചോദ്യങ്ങളും നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. ബൈ ഫ്രം മീ.